യാ അല്ലാഹ്, ഒരു ഉളൂ കഴിയുമ്പോഴത്തേക്ക് 10-40 സുന്നത്തുകൾ നമുക്ക് കിട്ടും. മുഅ്മിനേ, പടച്ചോനെ, നിങ്ങൾ ആലോചിക്കേ, ഇതൊക്കെ നിയ്യത്ത് വെച്ച് ചെയ്താൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ രക്ഷപ്പെടാൻ ഇതൊക്കെ മതിയാകും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വിശ്വാസിയുടെ ദിനരാത്രങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കാൻ എന്തെല്ലാം നമ്മൾ ചെയ്യണമെന്നതുമായി ബന്ധപ്പെട്ട് അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മൾ നടത്താറുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സുബ്ഹിയുടെ മുമ്പേ എഴുന്നേറ്റ് ഹംദോടുകൂടെ എഴുന്നേറ്റ് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചുണർത്തി മലമൂത്ര വിസർജനത്തിനായി ബാത്റൂമിലേക്ക് കയറി മിസ്വാക്ക് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടിന് നിസ്കാരത്തിന്റെ മുന്നോടിയായി ഉളൂ എടുക്കണം. ഉളൂഇന് വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒരു ഉളൂ നമ്മൾ നിർവഹിക്കലോടുകൂടെ ഒരുപാട് പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു നിയ്യത്ത് നമുക്ക് വേണം. ഇതൊക്കെ പൂർണ്ണമായും അള്ളാഹു സ്വീകരിക്കുന്ന നിലയിലാവണം. ഒരാൾ ഉളൂ എടുക്കവേ തന്റെ മുഖം കഴുകുമ്പോൾ മുഖവുമായി ബന്ധപ്പെട്ട ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. കൈ കഴുകുമ്പോൾ കൈകൊണ്ടുണ്ടായ ദോഷങ്ങളൊക്കെയും പൊറുക്കപ്പെടും. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിം, മുസ്ലിമായ ഒരു അടിമ ഉളൂ എടുക്കവേ ഉളൂ എടുക്കാൻ കരുതി ഉളൂ തുടങ്ങി വഗസല വജ്ഹഹു, അങ്ങനെ അയാളതാ തന്റെ മുഖം കഴുകുകയാണ്. അതോടെ ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതിയത്തിൻ നളറ ഇലൈഹാ ബിഐനൈഹി മഅൽ മാ. ആ മുഖം കഴുകലോടുകൂടെ മുഖവുമായുണ്ടായ ദോഷങ്ങളൊക്കെയും ആ വെള്ളം മുഖത്തു നിന്ന് ഇറ്റി വീഴലോടുകൂടെ ആ വെള്ളത്തിൽ കലർന്നു പോകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ആ ഒരു കാര്യം മുഅ്മിനെ നമ്മൾ ചിന്തിക്കണം. അവനവന്റെ കൈ കഴുകുമ്പോൾ കൈകൊണ്ടുണ്ടായ ദോഷങ്ങളൊക്കെയും അയാളുടെ കൈകൊണ്ടുണ്ടായ ദോഷങ്ങളൊക്കെയും ആ വെള്ളത്തുള്ളിയോടുകൂടെ പൊറുക്കപ്പെടും. അത് ആ ദോഷത്തെ കഴുകി ശുദ്ധിയാക്കും. കാല് കഴുകുമ്പോ ഏതെങ്കിലും ഹറാമിലേക്ക് അവൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ കാലിൽ കഴുകലോടുകൂടെ അതുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ പൊറുക്കപ്പെടും. അങ്ങനെ ഉളൂ അങ്ങ് ചെയ്ത് കഴിയലോടെ യഖ്റുജു നഖിയം മിനദ്ദുനൂബ്, ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായും ശുദ്ധിയുള്ളവനായി അവൻ മാറുമെന്ന് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടണം. ചില കശ്ഫിന്റെ ഇൽമ് അള്ളാഹു കൊടുത്ത ആളുകൾക്ക് ഒരാൾ ഉളൂ എടുത്ത വെള്ളത്തിലേക്ക് നോക്കിയിട്ട് അയാൾ ചെയ്ത ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ കഴിയുമായിരുന്നു. സഹോദരാ ശ്രദ്ധിക്കണം, സഹോദരി ശ്രദ്ധിക്കണം. ഇലാഹായ റബ്ബിന്റെ ആരിഫീങ്ങളിൽ പലർക്കും ഒരാൾ ഉളൂ എടുത്ത വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ഇന്നാൽ ഇന്ന തെറ്റ് നീ ചെയ്തുവല്ലേ എന്ന് പറയാൻ കഴിയുമായിരുന്നു. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസിന്റെ ശറഹിൽ ഫത്ഹുൽ മുൽഹിമിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കാണാം. കാന അബൂ ഹനീഫ മിൻ അഅലമി അഹ്ലിൽ കശ്ഫി. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അള്ളാഹു അദ്ദേഹത്തിന്റെ ഒക്കെ ഖബർ സിയാറത്ത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ഇമാമുൽ അഅലം എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ ഇമാമാണ് ഇമാം അബൂ ഹനീഫ അൻ-നുഅ്മാൻ റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവൻ
മിൻ അഅ്ലമി അഹ്ലിൽ കശ്ഫി, വലിയ കശ്ഫിന്റെ ഇൽമുള്ള മഹാനായിരുന്നു. കശ്ഫിന്റെ ഇൽമു എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് കാണാൻ കഴിയാത്തതൊക്കെ കാണാൻ കഴിയുന്ന, അറിയാൻ കഴിയുന്ന ഇൽമുള്ള ആളായിരുന്നു. അങ്ങനെ വകാന ഇദാ റഅൽ മാ അല്ലദീ യതവല്ലഉ മിൻഹു الناس യഅരിഫു അയാന തിൽകൽ ഖതായാ, ഒരാൾ ഉളൂ എടുത്ത വെള്ളത്തിലേക്ക് നോക്കിയാൽ അയാൾ ചെയ്ത ദോഷങ്ങൾ എന്തെന്ന് അറിയാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അന്നഹു ദഖല മത്ഹറത ജാമിഅൽ കൂഫ, ഒരിക്കൽ കൂഫയിലെ ഒരു പൊതു കുളിപ്പുരയിൽ അദ്ദേഹം പ്രവേശിച്ചു. നിബാങ്കിന് ശേഷം മുഅ്മിനെ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ഖബൂലാക്കട്ടെ. അല്ലാഹു എല്ലാ ഖൈറും, എല്ലാ സലാമത്തും, എല്ലാ സന്തോഷവും ദുനിയാവിലും ആഖിറത്തിലും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നൽകട്ടെ. മുഅ്മിനെ ശ്രദ്ധിക്കണേ. എന്തേ പറഞ്ഞത്? മഹാനായ ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു അൽ കുഫി, അദ്ദേഹം ഒരു പൊതു കുളിപ്പുരയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു ചെറുപ്പക്കാരൻ ഉളൂ എടുക്കുകയാണ്. അങ്ങനെ ആ ഉളൂഇന്റെ അവയവത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളത്തിലേക്ക് ഇമാം അബൂ ഹനീഫ അൽ കൂഫി റളിയല്ലാഹു അൻഹു നോക്കി. എന്നിട്ട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, യാ വലദി തുബ് അൻ ഉഖൂഖിൽ വാലിദൈൻ, പൊന്നുമോനെ നീ മാതാപിതാക്കളെ വെറുപ്പിച്ചിട്ടുണ്ടല്ലേ, എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് തൗബ ചെയ്യേണ്ടതാണ്. ആ ചെറുപ്പക്കാരൻ അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, ആരാണ് ഈ വിവരം നിങ്ങളോട് പറഞ്ഞത്? ഞാനിപ്പോൾ വരുന്ന സമയത്ത് പോലും എൻ്റെ ഉമ്മയും ബാപ്പയുമായി ശണ്ട കൂടിയിട്ട് വരികയാണ്, പക്ഷെ ഞങ്ങളല്ലാതെ ആരും ആ വിവരം അറിയില്ലല്ലോ. എങ്ങനെയാണ് നിങ്ങളാ വിവരമറിഞ്ഞത്? അപ്പോൾ പറഞ്ഞു, നിന്റെ ഉളൂഇന്റെ വെള്ളത്തിൽ അതിന്റെ അടയാളമുണ്ട്. മറ്റൊരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, യാ വലദീ തുബ് മിൻ ശുർബിൽ ഖംരി വസമാഇ ആലാത്തിൽ ലഹ്വി, പൊന്നുമോനെ നീ മദ്യപിക്കാറുണ്ട്, ലഹരി ഉപയോഗിക്കാറുണ്ടല്ലേ, അതിൽ നിന്ന് തൗബ ചെയ്യണം. മാത്രമല്ല വല്ലാതെ മ്യൂസിക്കുകൾ നീ കേൾക്കാറുണ്ടല്ലേ, അതിൽ നിന്നും തൗബ ചെയ്യേണ്ടതാണ്. അപ്പോഴും ചോദിച്ചു, നിങ്ങൾക്കെങ്ങനെ ഇത് മനസ്സിലായി? ഇതാ നിന്റെ ഉളൂഇന്റെ വെള്ളത്തിലാ ദോഷത്തിന്റെ അടയാളങ്ങളുണ്ട്. എന്തിനാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനെ ഇത് ഓർമ്മപ്പെടുത്തിയതെന്നറിയുമോ? നമ്മളുടെ ഓരോ ഉളൂഉം നമ്മെ ശുദ്ധിയാക്കുന്നതാ. ആ ഒരു ഉള്ളോർമ്മയോടുകൂടെ തന്നെ ഉളൂ എടുക്കണം. ഈ ഉളൂ കൊണ്ട് ഞാൻ ഒന്നുകൂടെ ശുദ്ധിയാവുകയാണ് എന്ന ഒരു നിയ്യത്ത് നമുക്കുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് പരമാവധി അതിൻ്റെ ആദാബുകൾ, സുന്നത്തുകളൊക്കെ എത്രത്തോളം നമുക്ക് ഭംഗിയായി നിറവേറ്റാൻ കഴിയുമോ അത്രയും ഭംഗിയായി നിറവേറ്റണം. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ. ഇമാം അബൂ ഹനീഫ തങ്ങൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരാളുടെ ഉളൂഇന്റെ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ചെയ്ത ദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പിന്നീട് അള്ളാഹുവിനോട് കരഞ്ഞ് അദ്ദേഹം ദുആ ചെയ്തു, ആ ഇൽമ എനിക്ക് വേണ്ട പടച്ചോനെ. അന്നഹു സഅലല്ലാഹ അസ്സ വജല്ല, ഇലാഹായ റബ്ബിനോട് അദ്ദേഹം ദുആ ചെയ്തു, അയ്യഹ്ജിബഹു അൻ ഹാദൽ കശ്ഫി, ഈ കശ്ഫിന്റെ വിജ്ഞാനം എനിക്ക് വേണ്ട റബ്ബേ. എന്തേ അങ്ങനെ ദുആ ചെയ്യാൻ കാരണമെന്നറിയോ? ലിമാ ഫീഹി മിൻ ഇത്തിലാഇ അലാ സൗആത്തിൻ നാസ്, ഇതിന്റെ ഫലമായി പല ആളുകളുടെയും പോരായ്മകൾ, ന്യൂനതകൾ ഞാൻ അറിയാൻ അത് കാരണമാകുന്നു. അല്ലാഹുവേ, പലരുടെയും ന്യൂനതകൾ ഞാൻ അറിയാൻ ഈ ഒരു കശ്ഫിന്റെ ഇൽമ കാരണമായി. നല്ല നല്ല മതിപ്പുള്ള ചില ആളുകളെ കുറിച്ചൊക്കെ ഈ ഒരു കാരണം കൊണ്ട് അവരുടെ ചില പോരായ്മകൾ എനിക്കറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആ വിജ്ഞാനം വേണ്ട, ഈ കശ്ഫിന്റെ ഇൽമ നീ എടുത്തു കളയണമെന്ന് റബ്ബിനോട് ദുആ ചെയ്തു. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. മറ്റുള്ളവരുടെ ന്യൂനത അറിയുന്നതിൽ വലിയ ഖൈറൊന്നുമില്ല. അതിങ്ങനെ ചിക്കിച്ചകഞ്ഞ് അന്വേഷിച്ച് അതിൻ്റെ പിന്നാലെ കൂടുന്ന സ്വഭാവമുള്ള പല ആളുകളുണ്ടല്ലോ.
ولا تكن كذبا بالجروح وقع دون الصحاح من الأعلاء مستلما مولاي صل وسلم دائما أبدا മനുഷ്യ നീ ഈച്ചയെ പോലെയാകരുത്. ഈച്ച മനുഷ്യ ശരീരത്തിൽ എവിടെങ്കിലും വല്ല മുറിവോ പൊളിവോ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുക. പെർഫ്യൂംഡായ സ്ഥലത്തൊന്നും ഈച്ച വന്നിരിക്കൂലല്ലോ എന്നതുപോലെ മനുഷ്യരുടെ പോരായ്മകൾ മാത്രം കണ്ടെത്താൻ താല്പര്യത്തോടു കൂടെ നടക്കുന്ന സ്വഭാവം ശരിയല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഈ വുളൂഇന്റെ വെള്ളത്തിൽ കലർന്ന തെറ്റുകൾ കണ്ടിട്ട് ഒരാളുടെ ന്യൂനത ഞാൻ അറിയാൻ അത് കാരണമാകുന്നുണ്ട്. ആ ഇൽമിനിക്ക് വേണ്ട റബ്ബേ എന്ന് ദുആ ചെയ്തു മഹാനായ ഇമാം ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ഏതായാലും വുളൂ അത്രയും പവിത്രമാണ്. അതിൻ്റെ ആദാബുകളൊക്കെ പാലിച്ച് ചെയ്യണം. ഇന്നലെ നമ്മൾ ഒരുപാട് സുന്നത്തുകൾ അദബുകൾ പറഞ്ഞു. നമ്മളിത് സുന്നത്താണെന്ന അറിവോടുകൂടെ തന്നെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രധാനപ്പെട്ട ഒരു സുന്നത്തിൽപ്പെട്ടതാണ് തയാമുനോ, വലത് ഭാഗത്ത് മുന്തിക്കണം. വുളൂ എടുക്കവേ ആദ്യം ഇടത് കൈ കഴുകി പിന്നെയാണ് വലത് കൈ കഴുകുന്നത്. വുളൂ സഹിയാകും, പക്ഷെ അതൊരു ശക്തമായ കറാഹത്താണ്, സുന്നത്തിനെതിരാണ്. അതേ പ്രകാരം മുഅ്മിനെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. എല്ലാ നല്ല കാര്യങ്ങളിലും വലതുഭാഗത്ത് മുന്തിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തി കാല് കഴുകുന്നതിലും ആദ്യം വലത് കാല് കഴുകുക, പിന്നെ ഇടത് കാല് കഴുകുക. രണ്ട് കാലും ഒന്നിച്ചാണ് കഴുകുന്നതെങ്കിൽ ആ ഒരു സുന്നത്ത് നഷ്ടപ്പെടും. വയുസന്നു തയാമുനു ഫീ കുല്ലി മാ ഹുവ മിൻ ബാബിത് തക്രീം. ഇങ്ങനെ പരിഗണിക്കപ്പെടേണ്ട ഏതൊരു നല്ല കാര്യത്തിലും വലത് ഭാഗത്തെ മുന്തിക്കേണ്ടതാണ്. കത്തഖിലീം, നഖം വെട്ടുമ്പോൾ ആദ്യം വലത് കൈയിന്റെ നഖമല്ലേ വെട്ടേണ്ടത്, വലത് കാലിന്റെ നഖമാണ് വെട്ടേണ്ടത്. വല്ലിക്തിഹാൽ, സുറുമയിടുമ്പോൾ ആദ്യം വലത് കണ്ണിലാ സുറുമയിടേണ്ടത്. വല്ലഹ്ദു, ഒരാളെ ആദരിച്ച് ബഹുമാനിച്ചൊരു വസ്തു കൊടുക്കുമ്പോൾ വലത് കൈ കൊണ്ട് കൊടുക്കുക. വല്ലഅതാ, സ്വീകരിക്കലും കൊടുക്കലും. വല്ലഹ്ദു, ഒരു സംഗതി സ്വീകരിക്കുമ്പോൾ വലത് കൈ കൊണ്ട് വാങ്ങുക, സ്വീകരിക്കുക. കൊടുക്കുമ്പോഴും വലത് കൈ കൊണ്ട് കൊടുക്കുക. വലബ്സുസ്സൗബി, വസ്ത്രം ധരിക്കൽ. നമ്മൾ നമ്മളെ ഷർട്ട് ധരിക്കുമ്പോ പാന്റ് ധരിക്കുമ്പോ ആദ്യം ധരിക്കേണ്ടത് വലത് കൈയാണ്. അതൊക്കെ ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. ഒരുപാട് കൂലി നമുക്ക് കിട്ടും. വന്നഅലി, ചെരുപ്പ് ധരിക്കുന്ന കാര്യത്തിൽ. വസ്സിവാക്കി, മിസ്വാക്കിന്റെ കാര്യത്തിൽ. വത്തഖ്ലീൽ, പല്ലിൽ കുത്തൽ പോലും സുന്നത്തുണ്ട്. പല്ലിൻ്റെ ഉള്ളിലൊക്കെ വല്ലതും കുടുങ്ങിയാൽ പല്ലിനും ഊനിനും കേടാവാത്ത നിലക്ക് അത് കുത്തിയെടുക്കൽ സുന്നത്താണ്. അതിലും ആദ്യം വലതുഭാഗത്ത് മുന്തിക്കണം. എന്നാൽ വയുസന്നു അത്തയാസുറു ഫീ കുല്ലി മാ ഹുവ മിൻ ബാബിൽ ലിഹാന, മ്ലേച്ഛമായ കാര്യങ്ങളിലൊക്കെ ഇടതുഭാഗത്തെയാ മുന്തിക്കേണ്ടത്. അങ്ങനെയാണ്. നല്ലതല്ലാത്ത സംഗതി, ഇപ്പൊ വസ്ത്രം അഴിക്കുകയാണെങ്കിൽ ആദ്യം ഇടതുഭാഗത്താണ് മുന്തിക്കേണ്ടത്. ചെരുപ്പ് അഴിക്കുമ്പോൾ ഇടതുകാലിന്റെ ചെരുപ്പാണ് മുന്തിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത ഒരു സുന്നത്തൽ ബദാഅതു ഫിൽ വജ്ഹി ബിഅലാ, മുഖം കഴുകുമ്പോൾ മുകൾ ഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. വഫിൽ യദി വർരിജിലി ബിഅസാബിഹിമാ, കൈ കഴുകുമ്പോഴും കാല് കഴുകുമ്പോഴും ഒക്കെ വിരൽ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടാണ് ആരംഭിക്കേണ്ടത്. നമ്മളൊക്കെ അധികവും ഇന്ന് പൈപ്പിൽ നിന്നാണ് ഒളു എടുക്കാറ്. പൈപ്പിൽ നിന്ന് ഒളു എടുക്കുമ്പോൾ നേരെ കൈയങ്ങ് കാണിച്ച് മുട്ട് മുതൽ വിരലിലേക്ക് അങ്ങോട്ട് വെള്ളം ഒലിക്കുന്ന രീതിയിലല്ല ഒളു എടുക്കേണ്ടത്. അത് സുന്നത്തിനെതിരാണ്. പിന്നെയോ ആ പൈപ്പിൽ വെള്ളം നമ്മൾ കൈ കൊണ്ടെടുത്തിട്ട് വിരലിന്റെ ഭാഗത്ത് നിന്ന് മുട്ടും കൈയിലേക്ക് വെള്ളം ഒലിക്കുന്ന രൂപത്തിലാവണം. ഇതൊക്കെ സുന്നത്താണ്. ഇത് സുന്നത്താന്ന് അറിഞ്ഞ് ചെയ്താലേ അതിന് കൂലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിന് കൂലി കിട്ടൂല. അതുകൊണ്ട് ആ ഒരു ഓർമ്മയോടുകൂടെ ഇത് കേൾക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വഇൻ സബ്ബ അലൈഹി ഗൈറുഹു, മറ്റൊരാൾ ഒഴിച്ചു തരികയാണ്, അല്ലെ പൈപ്പിൽ നിന്നാ ഒളു എടുക്കുന്നത്, എന്നാൽ പോലും വിരൽ ഭാഗത്ത് നിന്നാണ് കൈയും കാലും കഴുകൽ തുടങ്ങേണ്ടത്. കാലും അങ്ങനെയാണ്. പിന്നെയോ അടുത്ത സുന്നത്ത് അഖ്ദുൽ മാഇ ഇലാ വജ്ഹിഹി ബികഫൈഹി മാ,
ഒരൊറ്റ കൈ കൊണ്ട് തന്നെ വെള്ളം എടുത്തിട്ട് മുഖം കഴുകാൻ കഴിയും. എന്നാൽ 2 കൈ കൊണ്ടുകൂടെ വെള്ളമെടുക്കൽ ഒരു പ്രത്യേക സുന്നത്താണ്. മുഖം കഴുകാൻ 2 കൈ കൊണ്ടുകൂടെ വെള്ളമെടുക്കൽ സുന്നത്താണ്. അസ്സബ്ബു അലാ റിജ്ലൈഹി ബിയമീനിഹി വദൽകുഹുമാ ബിയസാരിഹി. കാലിലേക്ക് വലത് കൈ കൊണ്ട് വെള്ളം പാരുക, ഇടത് കൈ കൊണ്ട് കാല് ഉരക്കുക. വലഉമാ യുഅ്തറഫു മിൻഹു അൻ യമീനിഹി വമാ യുസബ്ബു മിൻഹു അൻ യസാരിഹി. പണ്ടൊക്കെ സാധാരണ പൈപ്പല്ലല്ലോ ഉപയോഗിക്കാറ്. ഒന്നിരിക്കെ ബക്കറ്റും പാട്ടയും ഉപയോഗിച്ച് ഉളു എടുക്കും. അങ്ങനെ ബക്കറ്റും പാട്ടയും ഉപയോഗിച്ച് ഉളു എടുക്കുമ്പോൾ കോരിയെടുക്കുന്ന പാത്രം വലതുഭാഗത്ത് വെക്കലാണ് സുന്നത്ത്. എന്നാൽ ചൊരിക്കുന്ന കിണ്ടി പോലെയുള്ള പാത്രങ്ങളുണ്ടല്ലോ, അതാണെങ്കിൽ ഇടതുഭാഗത്ത് വെക്കലാണ് സുന്നത്ത്. അതിലൊക്കെയും ശറഇൽ കൃത്യമായ നിയമങ്ങളുണ്ട്, അദബുകളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെയോ തഅഹുദുമാ യഖാഫു ഇഗ്ഫാലുഹു ഖമൂഖിൻ വലിഹാലിൻ ഫയതഅഖദുഹുമാ ബിശഖി സബാബതൈഹി വകഅഖിബിൻ വമൗലി ഖാതം. സൂക്ഷിച്ചു കഴുകേണ്ട ചില ഭാഗങ്ങളുണ്ട്, അവിടെയൊക്കെ സൂക്ഷിച്ചു കഴുകണം. കൺപോള, ഈ കണ്ണിന്റെ പീളക്കുഴി, അതേ പ്രകാരം തന്നെ നമ്മൾ മൂത്രമിട്ടിട്ടുണ്ടെങ്കിൽ ആ മൂത്രമിടുന്ന സ്ഥലം, ചുക്കിച്ചുളിഞ്ഞ സ്ഥലങ്ങൾ, അതേ പ്രകാരം മടമ്പ്, ഇതൊക്കെയൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് കഴുകുക. ഇതെല്ലാം സുന്നത്താണ്. അതോടൊപ്പം ഒന്ന് പറയട്ടെ, ഇസ്തിസ്ഹാബുന്നീയ. ഇതോരോന്നും ചെയ്യുമ്പോൾ നിയ്യത്ത് സഹവസിക്കണം. ആ നിയ്യത്തോടുകൂടെ തന്നെ ചെയ്യണം. ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടലും സുന്നത്താൻ. ഒരാൾക്ക് ഉളൂഇൽ എത്രത്തോളം ഖുശൂ ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നിസ്കാരത്തിൽ അയാൾക്ക് ഖുശൂ കിട്ടുന്നത്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തി, ഉളൂ ഒരു ഗഫ്ലത്തോടുകൂടെയാണെങ്കിൽ, അശ്രദ്ധയോടുകൂടെയാണെങ്കിൽ നിസ്കാരവും അശ്രദ്ധയോടുകൂടെയാകും. ഉളൂയിലുള്ള ഗഫ്ലത്ത് നിസ്കാരത്തിൽ വസ്വാസ് വരാൻ കാരണമാകും. അല്ലാഹു കാക്കട്ടെ. ചുരുങ്ങിയത് 5 തവണയെങ്കിലും ദിവസം ഉളൂ എടുക്കണ്ടേ? ശറഇൽ ആദ്യം ഓരോ നിസ്കാരത്തിനും ഓരോ ഉളൂ നിർബന്ധമായിരുന്നു. പിന്നെ ആ ഹുക്മ് മൻസൂഖായി. പിന്നെ ഓരോ നിസ്കാരത്തിനും ഓരോ ഉളൂ എടുക്കണം എന്നുള്ള നിയമമല്ല. ഉളൂ മുറിയാതിരുന്നാ മതി, ഒരു ഉളൂ കൊണ്ട് തന്നെ എത്രയും നിസ്കരിക്കാം, അങ്ങനെയായി. അപ്പൊ ചുരുങ്ങിയത് ഓരോ ഉളൂ കൊണ്ട് ഓരോ നിസ്കാരത്തിനും ഓരോ ഉളുവെങ്കിലും എടുക്കുന്നവരാണ് നമ്മൾ. 5 ഉളൂ എങ്കിലും ദിവസം എടുക്കുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് സുന്നത്തുകൾ കിട്ടും. ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടൽ സുന്നത്താണ്. പിന്നെയോ അൽ വിലാഉ, തുടർച്ചയായി ചെയ്യുക. സംഗതി മുഖം കഴുകി കഴിഞ്ഞു, അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയാണ് കൈ കഴുകുന്നത്. പറ്റുമോ? പറ്റും, കുഴപ്പമൊന്നുമില്ല. ഉളൂ മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ഉളൂ എടുക്കാൻ നിന്നു, മുഖം കഴുകി കഴിഞ്ഞപ്പോഴാണെന്തോ ഒരു അത്യാവശ്യത്തിന് ആരോ വിളിച്ചു, അങ്ങോട്ട് ചെന്നു. അങ്ങനെ കുറെ നേരം കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു, അല്ലെ 1 മണിക്കൂർ കഴിഞ്ഞു. ഉളൂ മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ കൈ കഴുകിയാൽ മതി, അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല, ഉളൂ സഹിയാകും. എന്നാൽ അൽ വിലാഉ, തുടർച്ചയായി ചെയ്യൽ സുന്നത്താൻ. അത് ഉളൂയിലെ ഓരോ അവയവത്തിന്റെ ഇടയിലും തുടർച്ചയായി ചെയ്യുക. അതേ പ്രകാരം 3 തവണ സുന്നത്തുണ്ടല്ലോ, ആ 3 തവണയും തുടർച്ചയായിട്ട് ചെയ്യുക. ഇതെല്ലാം സുന്നത്താണ്. അള്ളാഹു അതൊക്കെ പാലിക്കാൻ തൗഫീക്ക് നൽകട്ടെ. എന്നാൽ മൂത്രവാർച്ച, വെള്ളപ്പോക്ക് പോലെയുള്ള നിരന്തരം നജസിന്റെ അസുഖമുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് തുടർച്ചയായി ചെയ്യുക എന്ന സുന്നത്തല്ല, നിർബന്ധം തന്നെയാണ്. ശ്രദ്ധിക്കണം. അതേ പ്രകാരം ഒരാൾ ഉളൂ എടുക്കാൻ നിൽക്കാണ്, അപ്പൊ ജമാഅത്ത് നടക്കുന്നുണ്ട്. ഈ ഉളൂയിൽ ഓരോ അവയവത്തെയും 3 തവണ കഴുകിയാൽ ജമാഅത്ത് കഴിയാൻ സാധ്യത ഉണ്ടെങ്കിൽ അവിടെ ഓരോ തവണ കഴുകലാണ് സുന്നത്ത്, അവിടെ 3 തവണ അല്ല സുന്നത്ത്. ഈ ജമാഅത്ത് കിട്ടാൻ വേണ്ടി ഓരോ തവണയാണ് കഴുകേണ്ടത്, അതാണ് സുന്നത്ത്. അല്ലെങ്കിൽ 3 തവണ കഴുകുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കും, നിസ്കാരം ഖളാ ആവാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുക. ഇവൻ പൂർണ്ണമായ ഉളൂ എടുക്കുമ്പോഴത്തേക്ക് നിസ്കാരം ഖളാ ആവാൻ സാധ്യതയുണ്ടെങ്കിൽ പെട്ടെന്ന് ഓരോ തവണയാണ് ചെയ്യേണ്ടത്. കാര്യവും ശ്രദ്ധിക്കണം. അതുപോലെ ഉളൂയിൽ പല കാര്യങ്ങളും ഒഴിവാക്കലും സുന്നത്തുണ്ട്.
ചില കാര്യങ്ങൾ ഒഴിവാക്കൽ സുന്നത്താണ്. അൽ-വുളൂഉ ഫീ മഹല്ലിർ റശാഷ്, തെറിക്കുന്ന സ്ഥലത്ത് വെച്ച് വുളൂ എടുക്കൽ ഒഴിവാക്കലാണ് നല്ലത്. തെറിക്കുന്നത് കൊണ്ട് ശുദ്ധമായ വെള്ളം മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് ആകൂ എങ്കിൽ കുഴപ്പമില്ല. ഏതെങ്കിലും തരത്തിൽ നജസ് കലരാൻ സാധ്യതയുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഈ ബാത്റൂമിൽ നിന്നാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ വുളൂ എടുക്കാറ്. അവിടെ ശ്രദ്ധിക്കണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യബൂലന്ന അഹദുകും ഫീ മുസ്തഹമ്മിഹി സുമ്മ യതവല്ലൗ ഫീ ഫഇന്ന മത്തൽ വസ്വാസി മിൻഹു. നിങ്ങളിൽ ഒരാളും കുളിപ്പുരയിൽ മൂത്രമൊഴിക്കാൻ പാടില്ല. എന്നിട്ട് പിന്നെ അവിടുന്ന് തന്നെ കുളിക്കുക, അല്ലെ വുളു എടുക്കുക. എവിടെന്നാണോ വുളു എടുക്കുന്നത്, എവിടെന്നാണോ കുളിക്കുന്നത്, അവിടെ തന്നെ മൂത്രിക്കുക. എന്നിട്ട് ആ സ്ഥലത്ത് വെച്ച് കുളിക്കുക, വുളു എടുക്കുക. ഇത് ചെയ്യരുത്. അത് വലിയ വസ്വാസിന് കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വളരെ ചെറിയ ഒരു ബാത്റൂമാണ്. മൂത്രിക്കുന്നത്, കാഷ്ടിക്കുന്നത്, വുളു എടുക്കുന്നതൊക്കെ ആ കുറഞ്ഞ ഏരിയയിൽ വെച്ചാണെങ്കിൽ പരമാവധി അവിടെ നിന്ന് വുളു ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. കുളി അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല, വിശാലമായ ബാത്റൂമാണ്, മലമൂത്ര വിസർജനത്തിന് വേറൊരു ഏരിയയാണ്, കുളിക്കാനും ഉളുവെടുക്കാനും വേറൊരു ഏരിയയാണ്. ഈ കുളിക്കുന്നിടത്ത് ഉളുവെടുക്കുന്നിടത്ത് നജസുമായിട്ടൊരു നിലക്കും ബന്ധമുണ്ടാവില്ല, എന്നാൽ വിരോധവുമില്ല. ഏതായാലും അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അള്ളാഹു ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ തെറിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് വെച്ച് ഉളൂ ഒഴിവാക്കൽ സുന്നത്താണ്. കൊടുക്കാതിരിക്കുക. ഒരു മുദ്ദിനേക്കാൾ കുറഞ്ഞ വെള്ളം കൊണ്ട് ഉളൂ എടുക്കുക, അതും ശരിയല്ല. അതേ പ്രകാരം കാരണമൊന്നുമില്ലെങ്കിൽ ഉളൂഇന്റെ വിഷയത്തിൽ ഒരാളിൽ സഹായം തേടാതിരിക്കുക. ആ കിണ്ടിങ് എടുത്ത, ആ വെള്ളം എടുത്ത ഒന്ന് ഒഴിച്ചെന്ന അങ്ങനെ സഹായം തേടാതിരിക്കൽ സുന്നത്താണ്. അൽ-ഇസ്റാഫു ഫിൽ മാ, വെള്ളത്തിൽ ഇസ്റാഫ് നടത്തുക. ചില ആളുകൾക്ക് ഉപയോഗിച്ചാലും മതിയാകില്ല. 3, 4, 5 വട്ടമൊക്കെ അങ്ങനെ കഴുകന്നെ. അതിശക്തമായ കറാഹത്തല്ലേ അതുകൊണ്ട് വരുന്നത്? സുജൂദിൽ കിടന്നിട്ട് 3 തവണ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറയേണ്ടതിന് പകരം അതൊരു 5 വട്ടം അല്ലെ 7 വട്ടം 9 വട്ടം പറഞ്ഞാൽ അതിന് കൂലി കൂടുതൽ കിട്ടും. എന്നാൽ ഉളൂഇൽ 3 തവണ കഴുകേണ്ടതിന് പകരം അതൊരു 5 വട്ടോ 7 വട്ടോ 10 വട്ടോ ആക്കിയാൽ കൂലി കൂടുകയാണോ ചെയ്യുക? ശക്തമായ കറാഹത്താണ്. ചിലപ്പോൾ അത് ഹറാമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഇസ്റാഫ് ഒഴിവാക്കണം. ഒരു ഗ്ലാസ് കഴുകാൻ എത്ര വെള്ളം നമ്മൾ ഉപയോഗിക്കാറ്? ഒരു ഗ്ലാസ് കഴുകാൻ എത്ര ഗ്ലാസ് വെള്ളം നമ്മൾ ഉപയോഗിക്കും? ജസ്റ്റ് ഒരു കട്ടൻ ചായ കുടിച്ച ഒരു ഗ്ലാസ് കഴുകാൻ പൈപ്പ് അങ്ങ് തുറന്നിട്ടിട്ട് എത്ര ഗ്ലാസ് വെള്ളം നമ്മൾ ചെലവാക്കും? ഇസ്റാഫ് പലരും ശ്രദ്ധിക്കാതെ പോകുന്നു. ശക്തമായ കറാഹത്താണ്, ശ്രദ്ധിക്കണം. അത്തക്കല്ലമോ ബിലാ ഉദ്രിൻ, സംസാരം ഒഴിവാക്കൽ പ്രത്യേക സുന്നത്താണ്. ലത്തമു വജ്ഹിഹി ബിൽ മാ, ഈ വെള്ളം കൊണ്ട് മുഖത്തേക്ക് അങ്ങ് അടിക്കുക, സ്പീഡിൽ അങ്ങോട്ട് അടിക്കുക, അതും ഒഴിവാക്കേണ്ടതാണ്. അന്നഫ്ലു ബിലാ ഉദ്രിൻ, ഈ ഉളു എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നായിട്ട് കൊടയ. ചില ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഉളു എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നായിട്ട് കൊടയും. ഈ കൊടയൽ ഒഴിവാക്കേണ്ടതാണ്, അതിന് കൂലി കിട്ടും. അത്തൻഷീഫു ബിലാ ഉദ്രിൻ, തോർത്തൽ ഒഴിവാക്കുക. കാരണമില്ലെങ്കിൽ തോർത്താതിരിക്കുക, അത് സ്വന്തം ഉണങ്ങിക്കോട്ടെ, അതാണ് നല്ലത്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതേ പ്രകാരം അശ്റുബു മിൻ ഫളിലി വളുഇഹി, ഉളു എടുത്തിട്ട് വെള്ളം ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുടിക്കുക. ഉളുവിന്റെ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അശ്റുബു മിൻ ഫളിലി വളുഇഹി, ആ ഉളുവിന്റെ വെള്ളത്തിൽ നിന്ന് ബാക്കിയുള്ളത് അല്പം കുടിക്കുക. നോമ്പിനല്ലട്ടോ, നോമ്പ് നോറ്റ സമയത്ത് കുടിക്കുന്ന കാര്യമല്ലട്ടോ ഈ പറയുന്നത്. പഠിച്ചോനെ, അങ്ങനെയാണെങ്കിൽ നല്ല സുഖ നോമ്പെടുക്കാൻ ഒരു പ്രയാസമില്ല. പണ്ട് വല്യമ്മ പറഞ്ഞെന്നൊക്കെ പറയാറില്ലേ? ഏതായാലും ആവട്ടെ, ആ നിലയിൽ വെള്ളം അല്പം കുടിക്കൽ അത് പല രോഗങ്ങൾക്കും ശിഫയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉളു എടുത്തിട്ട് ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് ഒരല്പം വെള്ളം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എൻ്റെ എല്ലാ രോഗങ്ങളും ശിഫയാകട്ടെ, എല്ലാ റാഹത്തും ഉണ്ടാവട്ടെ എന്നുള്ള നിയ്യത്തോടു കൂടെ ആ വെള്ളം കുടിക്കുക. അതൊരു മരുന്നാണ്. അതൊക്കെ ചെയ്യാറുണ്ടോ? ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? പഠിച്ചവനെ, അതൊക്കെ ഒരു കൂലി കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെയോ മുസ്തഖ്ബിലൻ റാഫിഅൻ യദൈഹി വബസറുഹു ഇലസ്സമാ,
വലൗ കാന ഫീ ളുൽമത്തിൻ ഔ കാന അഅ്മ. ഉളൂഇന് ശേഷമുള്ള ഒരു ദുആ ഉണ്ടല്ലോ, ആ ദുആ നടത്തുക കണ്ണും കയ്യും മേൽപോട്ടുയർത്തിയിട്ട്. അന്ധനാണെങ്കിലും കണ്ണുയർത്തണം, ഇരുട്ടത്താണെങ്കിലും കണ്ണും കയ്യും ഉയർത്തണം. എന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആ ദിക്ർ ചൊല്ലുക. അതിൻ്റെയൊക്കെ കൂലി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, അത് ശ്രദ്ധിക്കുക. അയ്യഖറഅ സൂറത്തുൽ ഖദ്രി സലാസ. ഉളു എടുത്തു കഴിഞ്ഞ് അതിൻ്റെ ദുആവും കഴിഞ്ഞാൽ ഒരു 3 തവണ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ ആ സൂറത്ത് ഓതുക 3 തവണ. പിന്നെയോ അർറകഅതാനി ബഅദഹു, ഈ ഉളൂഇന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, ആ സുന്നത്ത് നിസ്കരിക്കുക. യാ അല്ലാഹ്, ഒരു ഉളൂ കഴിയുമ്പോഴത്തേക്ക് 10-40 സുന്നത്തുകൾ നമുക്ക് കിട്ടും. മുഅ്മിനേ, പടച്ചോനെ, നിങ്ങൾ ആലോചിക്കേ, ഇതൊക്കെ നിയ്യത്ത് വെച്ച് ചെയ്താൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ രക്ഷപ്പെടാൻ ഇതൊക്കെ മതിയാകും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.